പ്രൈസറോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 95-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരിബായിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസലോ. അപ്പൊ ഈ ദൈവവചനം എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന് ദൂത. പ്രൈസലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ഹല്ലേലൂയ അവർ മെരീബയിൽ വെച്ചും ഹല്ലേലൂയ മസാനാളിലും വെച്ച് ദൈവസന്നിധിയിലെ മറുത്തതുപോലെ പിറുപിറുത്തതുപോലെ പിതാക്കന്മാരുടെ ഹൃദയം കഠിനമായതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുതെന്ന് പരിശുദ്ധൻ പറയാം. പുതിയ നിയമ സഭയോട് ദൈവത്തിന് വ്യക്തമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. പ്രൈസലോ. നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. നിങ്ങൾ സഭയ്ക്കൊരു പിറുപിറുപ്പുകാരനായി, സഭയ്ക്കൊരു അകത്ത് ഒരു ഇടർച്ച വരുന്നതിനായി, ദൈവനാമത്തെ ദുഷിക്കുന്നവനായി തീരാതെ, പിതാക്കന്മാരുടെ അകൃത്യവും പിതാക്കന്മാരുടെ ശാഠ്യവും നിങ്ങൾ അത് മാതൃകയാക്കാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. രക്തം ചെയ്യണം. അപ്പം കർത്താവ് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുക. രക്തം ചെയ്യണം. സകല ജനത്തോടും ദൈവം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങളെ ആ വിശ്വാസം ഉയർപ്പിക്കണമെന്ന കർത്താവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസൃതമായി ജീവിച്ച് ഹല്ലേലൂയ നിത്യനാശത്തിലേക്ക് പോകുന്ന ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ അവനൊരു നിത്യതയുടെ അവകാശം നൽകണമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളെ വഴി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കർത്താവാണ്. നിങ്ങളെ നേരായ പാതയിലൂടെ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവാണ്. പ്രൈസലോ. ഈ ലോകത്തിൽ പലരുടെയും ചിന്ത നിങ്ങൾ മോശമായ രീതിയിൽ കൂടി നടന്ന് ജീവിക്കണമെന്ന്. അങ്ങനെ ആ വഴിയിലൂടെ കടന്നു പോകുന്ന, ആ ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന നല്ലൊരു സമൂഹമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം പദ്ധതി എന്താ? നിങ്ങൾ നേരായ പാതയിലൂടെ നല്ല വഴിയിലൂടെ നടന്ന് നിത്യമായ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ എത്തണമെന്നാണ്. പ്രൈസലോ. അപ്പം കർത്താവിന്റെ ശബ്ദത്തിന് അനുസരിക്കണം. നിങ്ങൾ ദൈവശബ്ദത്തെ നിങ്ങൾ അനുസരിക്കണം. പ്രൈസലോ. അപ്പം നിങ്ങളൊരു സഭയിൽ കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വേർപാട് പാലിച്ച ദൈവമക്കൾ ദൈവസഭയ്ക്കകത്ത് കൂടി വരുമ്പോൾ അവിടെ കേൾക്കുന്ന ദൈവശബ്ദത്തെ നിങ്ങൾ അനുസരിക്കണം. പ്രൈസലോ. ദൈവശബ്ദത്തെ അനുസരിക്കുവാൻ കഴിയുന്നില്ല, മറുതലിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. ആ കുടുംബത്തിനകത്ത് എന്നും ശാപവും കണ്ണുനീരുമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന പ്രശ്നം, ദൈവശബ്ദത്തെ നിങ്ങൾ അനുസരിക്കണം. പ്രൈസലോ. ഇപ്പൊ ലോകശബ്ദങ്ങളെക്കാൾ ഉപരി നമ്മുടെ കർത്താവിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ മാധുര്യമേറിയതാണ്. പ്രൈസലോ. ലോകത്തിൽ അനവധി ശബ്ദങ്ങളുണ്ട്. പക്ഷി, മൃഗജാതി, ഇഴജാതികൾ എല്ലാം അതതിൻ്റെതായ രീതിയിലും ഭാഷയിലും അതിനെല്ലാം ശബ്ദങ്ങളുണ്ട്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ശബ്ദങ്ങളുണ്ട്. അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ ചെറിയ ശബ്ദങ്ങളുണ്ട്. പ്രൈസലോ. അതിനേക്കാൾ ഏറ്റവും മാധുര്യമേറിയതാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശബ്ദത്തിനകത്ത് അനുഗ്രഹമുണ്ട്. ദൈവശബ്ദത്തിനകത്ത് സൗഖ്യമുണ്ട്. ദൈവിക ശബ്ദത്തിനകത്ത് സമാധാനമുണ്ട്. ദൈവിക ശബ്ദത്തിൽ സന്തോഷമുണ്ട്. ദൈവിക ശബ്ദത്തിനകത്ത് പാപബോധമുണ്ട്. ദൈവശബ്ദം എന്ന് പറയുന്നത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. രക്തം ചെയ്യും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവശബ്ദത്തെ കേൾക്കുകയും അതിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിച്ചറിയുകയും ചെയ്യണമെന്ന് പറയുന്നത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവശബ്ദത്തിന്റെ മാധുര്യം തിരിച്ചറിയുമ്പോഴാണ് ഹല്ലേലൂയ നിനക്ക് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് വസിക്കാൻ കഴിയുള്ളൂ. പ്രൈസലോ. നാം കേവലം ഒരു വിശ്വാസിയാണെന്ന് മറ്റുള്ള മുമ്പിൽ ധരിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അനുദിന ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കണം.
അതുകൊണ്ട് വചനം പറയുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മത്സരം വരത്തില്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാകത്തില്ല, നിങ്ങൾ പാപവഴിയിലേക്ക് പോകത്തില്ല. നിങ്ങൾ ദൈവശബ്ദത്തെ കേൾക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടും ദൈവശബ്ദത്തെ അനുസരിക്കാത്തത് കൊണ്ടുമാണ് നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് സാത്താനാകട്ടോ, പിശാചാണ്. അവിടെ ദൈവശബ്ദത്തിനകത്തും മാധുര്യമുണ്ട്. ആത്മാവിന്റെ മാധുര്യമുള്ളതാകുന്നു ഹല്ലേലൂയ ദൈവശബ്ദം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ മാധുര്യം നിറയപ്പെട്ടതാണ് ഹല്ലേലൂയ ദൈവശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ വിശുദ്ധന്മാർ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നതിനെ ഹല്ലേലൂയ അതൊരു ആനന്ദകരമായ ഭാഗ്യകരമായ അനുഭവമായിട്ട് അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഴയ നിയമ വിശുദ്ധന്മാരും ഇന്നും ചില വിശുദ്ധന്മാർ, ഇന്നും ചില ഭക്തന്മാരും ഭക്തരും ഒക്കെ ദൈവശബ്ദം കേൾക്കുന്നത് ആനന്ദമാണ്, ഭാഗ്യമാണെന്ന് ചിന്തിച്ച് അവർ ആ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കണം. എന്നെ കേൾക്കുന്ന തലമുറയോടെ പറയട്ടെ, നിങ്ങൾ ലോകത്തിന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്, ദൈവശബ്ദം കേൾക്കണം. അതിനകത്ത് മാധുര്യമുണ്ട്. ദൈവശബ്ദം കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ളതെല്ലാം ആ ദൈവശബ്ദത്തിനകത്തുണ്ട്. നീ കടന്നു പോകുന്ന മേഖലകളിൽ, നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ, നീ അനുഭവിക്കുന്ന മാനസികമായ എല്ലാ പ്രതിസന്ധികളുടെ നടുവില് നിനക്ക് ആശ്വാസം പകർന്നു തരുവാൻ ദൈവശബ്ദത്തിന് കഴിയും. അത്രമാത്രം മാധുര്യമേറിയതാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ മത്സരമാണ്. ലിലിയ ഇസ്രായേൽ ജനത്തിന്റെ മത്സരമാണ് 95 സംഗീതം 8 തൊട്ട് 11 വരെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 17 അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളാണ്. ലിലിയ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന, അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രിഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ കടുത്ത മത്സരം. അവർ മോശയ്ക്ക് നേരെ പിറുപിറുക്കുകയാണ്. മോശയ്ക്ക് നേരെ പിറുപിറുക്കെന്ന് പറഞ്ഞ യഹോവയായി ദൈവത്തിന് വിരോധമായാണ് പിറുപിറുക്കുന്നത്. മിസ്രൈമി ആധിപത്യത്തിൽ കടന്ന, മിസ്രൈം അടിമത്തത്തിൽ കടന്ന ജനത്തിന് വിടുതലില്ലാതെ, മോചനമില്ലാതെ കഷ്ടത അനുഭവിച്ച ജനത്തെ, ഇസ്രായേൽ ജനത്തെ മോശ എന്ന മനുഷ്യരുടെ ദൈവം വിടുവിച്ച് അവിടെ നിന്ന് പുറത്തെടുക്കുമ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ അവർ ദൈവത്തോട് മത്സരിക്കുവാൻ കാരണമായി. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ ജനത്തിന് ഏറ്റവും കൈപ്പേറിയ ഓർമ്മകൾ ഉളവാക്കുന്ന സ്ഥലമാണ് ഹല്ലേലൂയ മസ അഥവാ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മസ അഥവാ പരീക്ഷ എന്നും മെരീബ അഥവാ കലഹം എന്നുമുള്ള പേരിൽ അറിയപ്പെടുന്ന രഫീദീം എന്ന് പറയുന്ന സ്ഥലം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന് വരുമ്പോൾ വാഗ്ദത്ത നാട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ ആ സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാതെ വന്നതിനാൽ അവർ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി മത്സരിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇന്നും അത് തന്നെയാണ്. മനുഷ്യൻ അല്പ കാര്യങ്ങൾ എന്തെങ്കിലും കുറഞ്ഞു പോയാൽ അവർ അപ്പോൾ തന്നെ മത്സരം തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ഇസ്രായേൽ മത്സരിച്ചതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് നേരെ, ദൈവഭക്തന്മാർക്ക് നേരെ ഈ ജനം മത്സരിക്കുന്നതാണ്. ഹല്ലേലൂയ. മത്സരം ഹൃദയത്തിൽ വരുന്തോറും അവന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവരുടെ തുടർച്ചയായ അവിശ്വാസം മൂലം വാഗ്ദത്ത നാട്ടിൽ അവർക്ക് ലഭിക്കേണ്ട സ്വസ്ഥത ലഭിച്ചില്ല. ഇസ്രായേലിന്റെ മത്സരം മുഖാന്തരം വാഗ്ദത്ത നാട്ടിൽ അവർക്ക് ലഭിക്കേണ്ട സ്വസ്ഥത ലഭിച്ചില്ല എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ 40 വർഷം അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. 40 വർഷം
ഇസ്രായേൽ മരുഭൂമി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. എന്നെ നമ്മുടെ സ്നേഹിതരെ, നാം ദൈവശബ്ദം കേട്ട് ദൈവസന്നിധി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് ദൈവശബ്ദത്തിനകത്തുള്ള മാധുര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് ഈ തലമുറ മുന്നോട്ട് പോകണമെന്നാണ് രക്തനിശ്ചയം ദൈവാത്മാവ് നമ്മെ ഉപദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേലിന്റെ പിറുപിറുപ്പ് പോലെ നിങ്ങൾ പിറുപിറുത്ത് നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങളായിട്ട് തടസ്സപ്പെടുത്തരുത്. നിങ്ങളുടെ നന്മകളെ നിങ്ങളായിട്ട് തടസ്സപ്പെടുത്തരുത്. ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്നെയും നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിനക്കുള്ള നന്മകളെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെല്ലാം മാറ്റി ദൈവം നിനക്കൊരു സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവശബ്ദത്തിന്റെ മാധുര്യം നിനക്ക് അനുഭവിച്ചറിയത്തക്ക നിലയിൽ ദൈവം നിന്നെ നടത്തുമ്പോൾ, നിസാര കാരണങ്ങൾക്ക് പോലും നീ പിറുപിറുക്കരുത്, ദൈവത്തോട് മത്സരിക്കരുത്. അല്ലേരി. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകൾ, പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള പോക്കുവഴിയും കൂടെ തന്നിട്ടാണ് ദൈവം നമ്മെ ഒരു ശോധനയിലൂടെ കടത്തിവിടുന്നത്. രക്തം ചെയ്യും പ്രൈസലോ. അപ്പം പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കൂടെ ഒരുക്കുന്ന ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിന് കുടിപ്പാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ, അവർ ദാഹിച്ചു വലഞ്ഞപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുവാനും കഴിയുന്ന ഒരു ദൈവമാണ് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതെന്ന് ഇസ്രായേലും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ രക്തം ചെയ്യും. ഇസ്രായേലും വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് സ്വസ്ഥത അനുഭവിച്ചേനെ. പക്ഷെ അവരുടെ മത്സരം എന്ത് ചെയ്തു? അവർക്ക് വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. രക്തം ചെയ്യും. ഇവിടെ ഇടകൾക്ക് സ്നേഹിത അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം 95-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിന്റെ മറ്റൊരു തലമുറയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് നാം ഈ വായിച്ചു കേട്ട്. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് നഷ്ടമാക്കിയ അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ തെറ്റിനെയും ആവർത്തിക്കരുതെന്ന് ദൈവാത്മാവ് നമ്മോട് പറയുക. ഈ തലമുറയിൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തോട് മത്സരിച്ച്, നിങ്ങളെ നടത്തുന്നവരോട് മത്സരിച്ച്, നിങ്ങൾ പൂർവ്വപിതാക്കന്മാർ ചെയ്തു പോയ പാപത്തിന് വിധേയപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ ദൈവശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. രക്തം ചെയ്യും പ്രൈസലോ. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്തം ചെയ്യണം. ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായം 1-13 വാക്യങ്ങളിൽ ദൈവാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ വാഗ്ദത്ത നാട് എന്നത് മാത്രമല്ല, ദൈവവുമായി സമാധാനപൂർണമായ ഐക്യതയ്ക്ക് ആയിത്തീരുക എന്നുള്ളതാണ്. ഇതൊരു മുന്നറിയിപ്പായി വചനം. 95-ാം സങ്കീർത്തനം 8-11 വരെയുള്ള വാക്യങ്ങൾ ഈ തലമുറയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാവെ, മുന്നറിയിപ്പിനെ നിങ്ങൾ അവഗണിക്കരുത്. നമ്മൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരാ. റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡുകളുടെ വളവും തിരിവും കയറ്റവും ഇറക്കവും ഒക്കെ എന്ത് ചെയ്യും? ഓരോ സിഗ്നലുകൾ വെച്ച് നമുക്കത് വെളിപ്പെടുത്തി തരും. അല്ലേ? അപ്പൊ എവിടെയൊക്കെ വളവുണ്ട്, എവിടെയൊക്കെ കയറ്റമുണ്ട്, എവിടെയൊക്കെ ഇറക്കമുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നാം അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുന്നറിയിപ്പ് തരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ പുതിയ നിയമ ഇസ്രായേലിന്, പുതിയ നിയമസഭയ്ക്ക് ദൈവം തരുന്ന മുന്നറിയിപ്പാണ് 95-ാം സങ്കീർത്തനം 8, 9, 10, 11 വാക്യങ്ങൾ. മുന്നറിയിപ്പിനെ നീ അവഗണിച്ചുകൊണ്ട്, മുന്നറിയിപ്പിനെ നീ കാമയലരിയ നീ ജീവിതത്തിൽ സ്വീകരിക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ചാൽ നിനക്ക് നഷ്ടപ്പെടുന്ന സ്വർഗരാജ്യമായിരിക്കും. രക്തം ചെയ്യും. അല്ലെങ്കിൽ ദൈവിക നന്മകൾ തടസ്സപ്പെടും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നിങ്ങൾ അനുസരിക്കണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്ന ഒരു അധ്യായമുണ്ട്. ഹല്ലേലൂയ. ഒരധ്യായമാണ് ദൈവത്തിന്റെ ശബ്ദം മാത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ പരിശുദ്ധാത്മാവ് ദൈവശബ്ദത്തെ കുറിച്ച് നമുക്ക് എഴുതി തന്നിരിക്കുന്ന വചനമാണ് 29-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 29-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവശബ്ദത്തെ കുറിച്ച് കാണുന്നത്. ഹല്ലേലൂയ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുകളെ തകർക്കുന്നു, യഹോവയുടെ ശബ്ദം ലെബാനോനിലെ ദേവദാരുകളെ തകർക്കുന്നു എന്ന് തുടങ്ങി
ദൈവശബ്ദത്തിന്റെ മാധുര്യമേറിയ അനുഭവങ്ങളെയാണ് 29-ാം സങ്കീർത്തനം നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 29-ാം സങ്കീർത്തനത്തിന്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവശബ്ദത്തിന്റെ ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. കാരണം ദൈവശബ്ദമാണ് ഈ ഭൂമിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവശബ്ദമാണ് ദൈവജനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവശബ്ദമാണ് ഈ ഭൂലോകത്തിലുള്ള സകലത്തെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ദൈവശബ്ദം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഭൂമിയുടെ ആരംഭത്തിൽ, ഉൽപ്പത്തിയിൽ തന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തക പ്രാരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം ആയിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യം നമ്മൾ കാണുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് ദൈവശബ്ദം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? വെളിച്ചമുണ്ടായി. അപ്പം ദൈവശബ്ദം അവിടെ ഉണ്ടായപ്പോൾ അവിടെ വെളിച്ചമുണ്ടായി. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവശബ്ദത്തിന്റെ പ്രാധാന്യതയും ദൈവശബ്ദം കൊണ്ട് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, ദൈവശബ്ദത്തിന്റെ മാധുര്യമാണ് നീ അനുഭവിച്ചറിയേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ദൈവശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കണം. ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മാനുഷികമായ ശബ്ദങ്ങൾ കേട്ട് നിങ്ങൾ തകർന്നു പോകരുത്. ഇവിടുത്തെ കോലാഹലങ്ങൾ കേട്ട് നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങളുടെ മനസ്സ് കഠിനപ്പെട്ടു പോകരുത്. പിതാക്കന്മാർ കടന്നു വന്ന പാതയിൽ പിതാക്കന്മാർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി അവർ ദൈവകോപത്തിന് വിധേയപ്പെട്ടു പോയതുപോലെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി നിങ്ങൾ ദൈവകോപത്തിന് വിധേയപ്പെട്ടു പോകാതെ, പ്രൈസ് ദി ലോർഡ്, ദൈവശബ്ദത്തിന്റെ മാധുര്യമായ അനുഭവത്തെ അനുഭവിച്ചുകൊണ്ട് ആ നിത്യമായ സന്തോഷം, സമാധാനം പ്രാപിച്ച് ആത്മാവിൽ എരിവുള്ളവനായി, ആത്മാവിൽ നിറഞ്ഞ് നീ ദൈവത്തെ സ്തുതിക്കുന്നവനായി കർത്താവിന് വേണ്ടി അനുദിനം ഒരുങ്ങിക്കൊണ്ടിരിക്കണം. രക്തം ചെയ്യും. അല്ലേ? അപ്പം ദൈവശബ്ദം എന്നൊക്കെ പറയുന്നത് കേൾക്കണമെങ്കിൽ ഒരു വിശുദ്ധന് മാത്രമേ കേൾക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ വിശുദ്ധമായി ജീവിതം നയിക്കണം. ഒരശുദ്ധനും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അശരീരികൾ പലരും കേട്ടമായിട്ട് ഹല്ലേലൂയ പ്രചരിപ്പിച്ച് പലരും നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എല്ലാ അശരീരികളും കേട്ടിട്ട് ദൈവശബ്ദമാണെന്ന് പ്രചരിപ്പിച്ച് നടക്കുന്നവരുടെ പിന്നാലെ നീ പോകാതെ, ഹല്ലേലൂയ, നീ ദൈവത്തിന് നിന്നെ തന്നെ ഒരുക്കി കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, വിശുദ്ധ ജീവിതം നയിച്ച് പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവവചന ധ്യാനത്താലും ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തോട് ചേർന്ന് നീ വസിക്കുമ്പോൾ രക്തം ചെയ്യും പരിശുദ്ധാത്മാവിന്റെ മാധുര്യമേറിയ ശബ്ദം നിങ്ങളുടെ ആത്മാവിൽ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങും. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. നിന്റെ സകല ആകുലതകളും വേദനകളും സങ്കടങ്ങളും കണ്ണുനീരും അറിയുന്നവൻ, നിന്റെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളും അറിയുന്നവൻ, നിന്റെ കുടുംബത്തിന്റെ സകല പശ്ചാത്തലങ്ങളും അറിയുന്നവൻ, നീ അനുഭവിക്കുന്ന സകല മാനസിക പ്രശ്നങ്ങളും അറിയുന്നവൻ, നിന്റെ ആ വേദനകൾ അറിഞ്ഞ് അവൻ ആ ദൈവശബ്ദത്തിന്റെ മാധുര്യം നിന്റെ ആത്മാവിലേക്ക് നിറയപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ എല്ലാ ക്ലേശങ്ങളും മാറിപ്പോകും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ ഇന്ന് പകൽ നീ ദൈവശബ്ദം കേൾക്കണം. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്തിനാണ് ദൈവസഭകളിൽ വരുന്നത്? എന്തിനാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തെ അനുഗമിക്കുന്നത്? ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വിശ്വസിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം മഹത്വപ്പെടുന്ന ദൈവം മരിച്ച് മൺമറഞ്ഞു പോയവനല്ല, പിന്നെയോ ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മരിച്ച് മൺമറഞ്ഞ് കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോയവനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ പുറത്തു വന്ന് ശിഷ്യന്മാർക്ക് 40 ദിവസം വെളിപ്പെട്ട് പ്രത്യക്ഷമായി ആമേൻ ദൈവത്തിന്റെ നിയോഗങ്ങൾ കൊടുത്തിട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്നവൻ, തന്റെ മണവാട്ടി സഭയിൽ ചേർക്കാൻ മധ്യാകാശത്തിൽ സ്വർഗീയ ദൂതന്മാരുമായി വരുന്ന യേശുക്രിസ്തു എന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്, നാം അനുഗമിക്കുന്നത്. ആ കർത്താവിനെയാണ്. രക്തം ചെയ്യും.
നമ്മൾ ആരാധിക്കുന്ന ദൈവമല്ല, ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവത്തിന് അനവധി പ്രത്യേകതകളുണ്ട്. ഏത് പാപിയായ മനുഷ്യനെയും ആത്മാവിന്റെ മാധുര്യമേറിയ ശബ്ദം കൊണ്ട് വിളിച്ചു വേർതിരിച്ച്, ലോകത്തിൽ വിളിച്ചു വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പാപത്തിന് വിധേയപ്പെട്ട് പാപത്തിൽ വീണ് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഒരുപക്ഷെ മദ്യത്തിനും മയക്കുമരുന്നിനും പാനസാനകൾക്കും നീ അടിമയായിരിക്കാം. പാപത്തിനും ശാപത്തിനും നീ അടിമപ്പെട്ടേക്കാം. നിന്റെ ജീവിതത്തിനും ആമയെ മറക്കുവാൻ കഴിയാത്ത വേദനകളും നോമ്പലുകളും നിനക്കുണ്ടായിരിക്കാം. മാരകമായ രോഗത്തിൽ നീ വിധേയപ്പെട്ട് മരണാസനിൽ എത്തിയിരിക്കുന്ന നിമിഷങ്ങളായിരിക്കും. ഒരുപക്ഷെ ഉറ്റവരുടെ ബന്ധുക്കളും സ്വന്തം മിത്രാദികളെല്ലാം നിന്നെ തഴഞ്ഞ് ജീവിതത്തിൽ കഠിനമായ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നിന്റെ ജീവിതാനുഭവത്തിൽ ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ദൈവശബ്ദം നിന്നെ പണിതെടുക്കുവാൻ തുടങ്ങും. രക്തം ചെയ്യണം. അപ്പൊ എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയാലും നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ പരിശുദ്ധാത്മാവിന്റെ മാധുര്യമേറിയ ശബ്ദം നിന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. അപ്പൊ ഏത് പാപിയെയും രക്ഷയിലേക്ക്, മാനസാന്തരത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവശബ്ദത്തെ അനുസരിച്ച് ജീവിക്കണം. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങണം, നിങ്ങളെ ശുദ്ധീകരിച്ച് കാത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങണം, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അതിരാവിലെ 3 മണി മുതൽ 4 മണി വരെയുള്ള സമയമാകുന്നു. ഇതാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ആ സമയത്തെ കുറിച്ച് അതിരാവിലെ 3 മണി തൊട്ട് ഹല്ലേലൂയ 4 മണി വരെയുള്ള സമയമാണെന്ന് വേദപഠിതാക്കൾ ചില പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആകയാൽ കർത്താവ് പറഞ്ഞു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുമെന്ന. ഹല്ലേലൂയ. എന്താണ്? കർത്താവിനെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ കർത്താവിനെ കണ്ടെത്തും. ഇതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ശലോമോൻ സദൃശവാക്യം എഴുതിയപ്പോൾ ശലോമോൻ ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. സദൃശവാക്യം 8-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്നാണ്. ഹല്ലേലൂയ. അതേ പ്രിയ സ്നേഹിത, ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കും. ഹല്ലേലൂയ. ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. ഈ ലോകത്തെ സ്നേഹിക്കാതെ, ലോകത്തിന്റെ പാപസുഖങ്ങളെ, ലോകത്തിന്റെ ഇമ്പങ്ങളെ, ലോകത്തിലുള്ള ശത്രുസൈന്യത്തിന്റെ പിന്നാലെ നീ കടന്നുപോയി, ഇവിടുത്തെ വെറുക്കുത്തുകളുടെ പിന്നാലെ കടന്നുപോയി, ഈ ലോകസ്നേഹം നിന്റെ ഉള്ളിൽ കടന്നുകൂടി നീ ദൈവത്തെ മറന്നു പോകാതെ നീ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ ദൈവം പകരും. കാരണം നമ്മുടെ ദൈവസ്നേഹം തന്നെയാണ്. ഈശ്വരോ. അപ്പൊ ദൈവസ്നേഹത്തിൽ നീ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിലൊരു ശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നിന്റെ സകല സങ്കടങ്ങളും മാറിപ്പോകും. അതുകൊണ്ട് ജാഗ്രതയോടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ദൈവത്തെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ദൈവവചനത്തിന്റെ ദൂതുകൾ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൈമാറുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കണം. രക്തം ചെയ്യണം. പ്രൈസ്. നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ആ ദൈവശബ്ദം നിന്റെ ആത്മാവിൽ കേൾക്കും. ദൈവശബ്ദത്തിന്റെ ആ മാധുര്യമേറിയ അനുഭവം നീ കേട്ട് നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിനക്ക് പുറത്തു വരാൻ കഴിയും. രക്തം ചെയ്യും. നിനക്ക് സമാധാനപരമായ ഒരു ജീവിതം വേണോ? ജീവിതത്തിൽ സമാധാനം വേണോ? ദൈവശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിൽ മനുഷ്യന്റെ പ്രശ്നം എന്താണ്? ഈ ഭൂമിയിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമാധാനമില്ല എന്നുള്ളതാണ്. പിന്നെയാണ് ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും. സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റും.
ഹല്ലേലൂയ. സമാധാനം ജീവിതത്തിലില്ലെങ്കിൽ, സമാധാനം കുടുംബത്തിലില്ലെങ്കിൽ, സമാധാനം കുടുംബ ബന്ധങ്ങൾക്കകത്തില്ലെങ്കിൽ ജീവിതം തന്നെ തകർന്ന് ഹല്ലേലൂയ ഒരു വല്ലാത്ത അനുഭവത്തിലായിത്തീരും. എന്നാൽ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ഇവിടെയും ചെയ്യാളിയായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, രക്തം ചെയ്യും ഹല്ലേലൂയ. നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേട്ടിട്ട് നിങ്ങൾ സമാധാനമുള്ളവരായി മാറണം. രക്തം ചെയ്യും. അപ്പം ദൈവശബ്ദം നിങ്ങൾ കേൾക്കണം. ലോകശബ്ദങ്ങൾ കാതിൽ ധ്വനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായി അതിരാവിലെ നിങ്ങൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. മക്കളെ, വെളുപ്പാങ്കാലത്ത് പക്ഷികളെല്ലാം ചിലച്ചിറങ്ങും മുമ്പ്, ഹല്ലേലൂയ, നേരം വെളുക്കും മൃഗങ്ങളെല്ലാം ഹല്ലേലൂയ ചിലയ്ക്കുന്നതിന് മുമ്പ്, ഉള്ള വാഹനങ്ങളും മനുഷ്യന്റെ എല്ലാം ശബ്ദകോലാഹലങ്ങൾ ഭൂമി നിറയപ്പെടുന്ന മുമ്പ് നീ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് ഇരുന്ന് ദൈവശബ്ദം കേൾക്കണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ നടക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നേരായ പാതയിലൂടെ നടക്കുവാൻ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് നിങ്ങളുടെ ഹൃദയത്തിന് അനുയോജ്യമായ രീതിയിൽ, ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ നടക്കുവാൻ ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ, ധ്യാനത്തിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സംസാരിക്കുമെന്ന് രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കണം. രക്തം ചെയ്യും. ദൈവാത്മാവിന് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ നാം കൊടുക്കണം. രക്തം ചെയ്യും. ഇപ്പം ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വചനത്തിന് അധിഷ്ഠിതമായിരിക്കണം. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം വെട്ടതായിരിക്കണം ജീവിതം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. കടബാധ്യതകൾ കൊണ്ട് തല ഉയർത്താൻ കഴിയാതെ, നിവർന്നു നിൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നതിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നിന്റെ സകല ബാധ്യതകളിൽ നിന്ന് ദൈവം നിന്നെ വിടിവിക്കുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം കരഞ്ഞു കലങ്ങിയ മനസ്സുമായി, കരഞ്ഞു കലങ്ങിയ ഹൃദയമായി ജീവിതത്തിൽ കടന്നു പോകുന്ന സന്ദർഭങ്ങളാണെങ്കിൽ അതിന്റെ നടുവിലും ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയും. രക്തം ചെയ്യും. അപ്പം ദൈവത്തിന് എല്ലാ മേഖലയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയും. നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നിന്നെ വിടുവിച്ചെടുത്ത് ദൈവരാജ്യത്തിന്റെ മഹത്വം നിനക്ക് തന്ന്, ദൈവിക സമാധാനം തന്ന് നിന്റെ തകർച്ചയിൽ നിന്നെ ഉയർത്തിയെടുക്കുവാൻ യേശുവിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിലെ ഒന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ നന്നായിട്ട് അറിയുന്നവൻ യേശുവാ. നിന്നെ നന്നായിട്ട് അറിയുന്നവൻ യേശുവാ. സഹോദര, സഹോദരി, ഈ ലോകത്തിന് നിന്നെ അറിയില്ല, ലോകക്കാർക്ക് നിന്നെ അറിയത്തില്ല. വേമ ഈ ലോകത്തിൽ നിന്റെ ഉറ്റവർക്കും ഉടയവർക്കും നിന്റെ ബന്ധുമിത്രാദികൾക്ക് സന്തത സഹചാരികൾക്കും ഒക്കെ നിന്നെ നന്നായി അറിയില്ല. നിന്നെ നന്നായിട്ട് അറിയുന്നവൻ, നിന്റെ മനസ്സ് വായിക്കുന്നവൻ, നിന്റെ ഹൃദയം വായിക്കുന്നവൻ, നിന്റെ നടപ്പറിയുന്നവൻ, നിന്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവൻ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ഹല്ലേലൂയ. ആ യേശുവാണ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ആമീൻ. ഈ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ പിതാക്കന്മാരുടെ ശാഠ്യവും പിതാക്കന്മാരുടെ മത്സരവും ഹല്ലേലൂയ അവർക്ക് നഷ്ടപ്പെട്ടത് സ്വർഗീയ ഖാനാനാണ്. അല്ലെങ്കിൽ വാഴ്ത്തത്ത ഖാനാനാണ്. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഇസ്രായേലിനെ നഷ്ടപ്പെട്ടത് വാഗ്ദത്ത ഖാനാനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തോട് മറുതലിച്ച് നിന്ന് ദൈവത്തിന് പിന്മാറി പോയവർക്ക് നഷ്ടപ്പെട്ടത്, പുതിയ നിയമസഭയ്ക്ക് നഷ്ടപ്പെട്ടത് സ്വർഗീയ ഖാനാനാണ്. ഹല്ലേലൂയ. അപ്പം പഴയ നിയമ വിശുദ്ധന്മാർക്ക് നഷ്ടപ്പെട്ടത് വാഗ്ദത്ത ഖാനാനാണെങ്കിൽ പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാരുടെ മത്സരം മുഖാന്തരം അവർക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗീയ ഖാനാനാണ്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗീയ ഖാനാൻ ലക്ഷ്യമാക്കിയാണ് നീ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ രക്തം ചെയ്യും. അല്ലെങ്കിൽ ഈ ഭൂമി നീ ഒരിക്കലും ഉണ്ടാക്കത്തില്ല. നീ സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കരുത്, ഭവനത്തിനകത്ത് കലക്കമുണ്ടാക്കരുത്, കുടുംബജീവിതത്തിൽ കലക്കമുണ്ടാക്കരുത്, സമൂഹത്തിൽ കലക്കമുണ്ടാക്കരുത്, നിന്റെ ജോലി മേഖലയിൽ കലഹമുണ്ടാക്കരുത്. നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും നീ സൗമ്യനായിരിക്കണം. എന്റെ ദാസനായ കാലേബോ വേറൊരു സ്വഭാവമുള്ളവൻ എന്ന് പറഞ്ഞതുപോലെ നിനക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും.
പ്രൈസലോ. ജീവിതമൊക്കെ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആസ്വദിച്ച് തീർക്കാനാണ് കേട്ടോ. എല്ലാവരും പറയും ജീവിതം ആസ്വദിച്ച് തീർക്കണമെന്ന് പറയും. എങ്ങനെ? ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിലെ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആസ്വദിച്ച് തീർക്കണമെന്നാണ് ലോകജനം പറയുന്നത്. എന്നൊരു ഭക്തനോട് ദൈവം പറയുന്നത്, ഒരു വിശ്വാസിയോട് ദൈവം പറയുന്നത്, നിന്റെ ജീവിതം ആസ്വദിച്ച് തീർക്കുന്നത് ക്രിസ്തുയേശുവിലൂടെ ആയിരിക്കണം. ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കണം, ദൈവത്തോടുള്ള ആരാധനയിലായിരിക്കണം, ദൈവത്തോടുള്ള നടപ്പിലായിരിക്കണം. ദൈവികമായ ചിന്തയിലും പ്രവൃത്തിയിലും കർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷകൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ആസ്വദിച്ച് നിന്റെ ജീവിതത്തിന്റെ പൂർത്തീകരണം നടത്തണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം നമ്മോട് പറയുന്നത്. വ്യക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ജീവിതമൊക്കെ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ആസ്വദിച്ച് തീർക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. ലോക ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ഇവിടുത്തെ പെണ്ണിന് വേണ്ടി, ഇവിടുത്തെ പണത്തിന് വേണ്ടി, ഇവിടുത്തെ പൊന്നിന് വേണ്ടി, ഇവിടുത്തെ മണ്ണിന് വേണ്ടി, ആമേൻ, ഇവിടുത്തെ സുഖങ്ങൾക്ക് വേണ്ടി, ഇംഗിതങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. അതിലൂടെ നീ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ, പിന്നത്തേതി അത് കയ്പായിട്ട് മാറും നിനക്ക്. രക്തം ചെയ്യാം. പിന്നത്തേതിലത് വളരെ കയ്പായി മാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ലഭിച്ച ജീവിതം സന്തോഷത്തോടെ ക്രിസ്തുവിൽ ആസ്വദിച്ച് ദൈവശബ്ദം കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അമാധുര്യമായ അനുഭവത്തിൽ നിറയപ്പെട്ട് ദൈവിക സമാധാനത്തോടെ നീ ജീവിക്കണം. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന സ്വർഗീയമായ കനാലിൽ പ്രവേശിക്കുവാൻ ആമേൻ നിനക്ക് യോഗ്യതയുണ്ടായിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, ഈ ലോകത്തിന് വേണ്ടി നീ ജീവിക്കരുതെന്ന് ഞാൻ ഈ പറയുന്നേ. ഹല്ലേലൂയ. പാരമ്പര്യങ്ങൾക്ക് നീ സ്ഥാനമാനം കൊടുത്ത്, പാരമ്പര്യത്തിന് വില കൊടുത്ത്, പാരമ്പര്യമാണ് നിന്റെ ജീവിതത്തിന്റെ എല്ലാം, പാരമ്പര്യമാണ് നിന്റെ നടത്തുന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പാരമ്പര്യവും നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കത്തില്ല. നീ പറയുന്ന പാരമ്പര്യമൊന്നും നിന്നെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. നീ പാരമ്പര്യം വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നീ അടിയുറച്ച് വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശുദ്ധി പ്രാപിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ഹല്ലേലൂയ ഈ ലോകത്തിന് അനുരൂപരായി മാറാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം മനസ്സിലാക്കി ദൈവശബ്ദം കേൾക്കുവാൻ നീ ഒരുങ്ങിയിരിക്കണം. രക്തം ചെയ്യും. പ്രൈസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലോകക്കാരായി മാറരുതെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. അല്ലേ? ഇവിടെ വചനം പറയുന്നത്, ഏലീശാ പ്രവാചകൻ കർത്താവിന്റെ ശബ്ദത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആദ്യം അവൻ ദൈവിക സാന്നിധ്യത്തെ ആഗ്രഹിച്ചു. ഒരു വീണക്കാരൻ വീണ വായിക്കുമ്പോൾ ആമി കർത്താവിന്റെ മാധുര്യമേറിയ സാന്നിധ്യം ഇറങ്ങി വന്നു, പ്രവചനാഭിഷേകം ഇറങ്ങി വന്നു. അപ്പോൾ അവൻ പ്രവചിച്ചുവെന്ന് നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 15-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളിൽ, അതിന് ഏലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങൾ യഹോവയാണ്. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വീണ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എലീശാ പ്രവാചകന്റെ ജീവിതത്തിനകത്തും ഹല്ലേലൂയ ഒരു ദൈവിക സന്തോഷം ഉണ്ടായത്. ഒരു വീണക്കാരൻ വന്ന് വീണ വായിച്ചപ്പോൾ എന്ത് ചെയ്തു? അവന്റെ മേൽ ദൈവിക കരം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവൻ ദൈവശബ്ദം കേൾക്കുവാൻ കാരണമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബിലയാം എന്ന ഒരു പ്രവാചകനെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നു. കർത്താവ് തന്നതുപോലെ സംസാരിക്കുവാൻ, ദൈവശബ്ദം കേട്ട് പ്രവചിക്കുവാൻ വേണ്ടി അവൻ 7 യാഗപീഠം പണിതു. 7 കാളുകളെയും 7 ആട്ടുകൊറ്റന്മാരെയും യാഗം കഴിച്ച് കാത്തിരുന്നു എന്ന് സംഖ്യാപുസ്തകം 23-ന്റെ 1-2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പുതിയ നിയമ സഭയോട് ദൈവാത്മാവ് പറയുന്നതാണ്, ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന യാഗം അല്ലെങ്കിൽ കന്നുകാലികളെയല്ല, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെയാണ്. ഹല്ലേലൂയ. അപ്പം ബിലയാമിന്റെ കാലഘട്ടത്തിലെ പോലെയുള്ള ഒരു അനുഭവം അല്ല ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്.
തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 51 സംഗീതത്തിന്റെ 17 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. കാരണം ഈ ലോകം വ്യഭിചാരത്തിനും കുലപാതകത്തിനും ഹല്ലേലൂയ പ്രായശ്ചിത്തമായി മാറിക്കൊണ്ടിരിക്കും. ഈ ലോകം അശുദ്ധമായ അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സകല മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കത്തക്ക നിലയിൽ മനുഷ്യന്റെ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവശബ്ദം കേട്ടുകൊണ്ട് നീ ദൈവസനെ കാത്തിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന യാഗം എന്ന് പറയുന്നത് സ്തോത്രം തകർന്നിരിക്കുന്ന മനസ്സാ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെയാണ് അവൻ ആദരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന യാഗം അന്തരഫലമാകുന്ന സ്തോത്രയാഗം നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ തകർച്ചകളെ മാറ്റിത്തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പം ദൈവസാന്നിധ്യം നിങ്ങളെ നിറയ്ക്കും. ദൈവസാന്നിധ്യം നിങ്ങൾ വ്യാപരിക്കുവാൻ തുടങ്ങും. കർത്താവിന്റെ മൃദുവായ സ്വരം നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മാവിൽ അത് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതെ, ദൈവസഭയ്ക്കകത്തിരുന്ന് നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ അവിടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കാതുകളിലൂടെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഹല്ലേലൂയ. ആ വചനം നിങ്ങൾക്ക് മാധുര്യമേറി തരും. മാത്രമല്ല, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിച്ച് ദൈവസഭയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നിങ്ങളുടെ ആത്മാവിൽ വെളിപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഉത്തമഗീതത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഉത്തമഗീതം ഹല്ലേലൂയ സ്തോത്രം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ വായിക്കുന്നു. 5-ാം അധ്യായം ഹല്ലേലൂയ എൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുകയാണ്: ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയെ, എൻ്റെ പ്രാവി, എൻ്റെ നിഷ്കളങ്കി, തുറക്കുക എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറനിരകൾ രാത്രിയിൽ പെയ്യുന്ന മഞ്ഞുതുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നുവെന്ന്. ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ശുവലിയ കാന്തിയുടെ 2ാമത്തെ വിരക സ്വപ്നമാണ്. തന്റെ വിവാഹ ദിവസത്തിനായി കാന്ത അക്ഷമയായി കാത്തിരിക്കുമ്പോൾ അവൾ മറ്റൊരു സ്വപ്നം കാണുകയാണ്. അവൾ ഉറങ്ങുമ്പോൾ അവളുടെ ഹൃദയം പ്രിയതമന് വേണ്ടി കാത്തിരിക്കുന്നു. അവളുടെ പ്രിയതമൻ മഞ്ഞുകൊണ്ട് നനഞ്ഞവനായി അവളെ തേടി വന്ന് കാതകിൽ മുട്ടി വിളിച്ചു എന്നായിരുന്നു അവളുടെ ചിന്ത. അവൾ ഉറക്കത്തിനായതിനാൽ എഴുന്നേൽക്കുവാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് അവൾ ചിന്തിക്കുക. മാത്രമല്ല, ഊരിയ അങ്കി വീണ്ടും ധരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാലുകളെ കഴുകി കിടന്നതിനാൽ തുറക്കാൻ എഴുന്നേൽക്കാൻ വീണ്ടും കാലുകൾ അശുദ്ധമാകുമല്ലോ എന്നും അവൾ പ്രിയനോട് പറഞ്ഞതായിട്ട് അവളുടെ ഹൃദയത്തിൽ തോന്നുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്തായാലും കൂടിയുള്ള മനസ്സോടെ എഴുന്നേറ്റ് കതവ് തുറന്നപ്പോഴേക്കും പ്രിയതമൻ പോയി കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അതിന്റെ ചരിത്രങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം, അതേ സ്തോത്ര ശുലേങ്കാരി ഒരു കണ്ട വിരക സ്വപ്നം പോലെ കാന്തന്റെ ശബ്ദം നമ്മുടെ ആത്മാവിൽ കേട്ടതുപോലെ നീയും ദൈവശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും കിടന്നുറങ്ങി മടിപിടിച്ച് മയങ്ങിപ്പോകാതെ പ്രിയനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിന്റെ ഹൃദയവാതിൽ നീ തുറന്നു കൊടുക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:20 വായിക്കുന്നുണ്ട്: ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവരോടും കൂടെ ഭക്ഷണം കഴിക്കുക. അതെ, പുതിയ നിയമസഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക: ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ഹൃദയം കഠിനമായതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. രഫീദീപിൽ വെച്ച് അവർക്ക് വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ ദൈവത്തോട് മത്സരിച്ചു. പിതാക്കന്മാർ മത്സരിച്ച് ശാഠ്യമുള്ള തലമുറയായി മാറി. അവർക്ക് വാഗ്ദത്ത കാനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വാഭാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗ കാനാനിൽ പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ഹൃദയത്തിനകത്തെ കഠിനമായ പ്രവർത്തികളെ നീക്കിക്കളഞ്ഞ് മത്സരം മാറ്റിക്കളഞ്ഞ് ദൈവത്തോട് ചേർന്ന് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. അത് ഇന്നത്തെ പകൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്ന പകലായി മാറട്ടെ. ഇന്നത്തെ പകൽ നിങ്ങൾ ദൈവശബ്ദം കേട്ട പരിശുദ്ധാത്മാവിന്റെ മാധുര്യമേറിയ അനുഭവം അനുഭവിച്ചുകൊണ്ട്
നിന്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ട് നിറയപ്പെടുന്ന ദിവസമായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. നിങ്ങളിൽ പലരും പല വിധത്തിലും ദുഃഖത്തിലും കണ്ണുനീരിലും സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരാ. നിങ്ങളിൽ പലരും വിവിധമായ വേദനയിലൂടെ കടന്നു പോകുന്നവരാ. ഒരു ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഒരു ആശ്വാസ വാക്കുകൾക്ക് വേണ്ടി നിങ്ങൾ ഭാരപ്പെടുന്ന ആഗ്രഹിക്കുന്നവരാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആ പരിശുദ്ധാത്മാവിന്റെ മാധുര്യമേറിയ ശബ്ദം നിന്റെ ആത്മാവിൽ കേൾപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. ഇന്ന് പകൽ നീ ജീവിത വിശുദ്ധിയോടെ മടങ്ങി വന്ന അല്ലേ നീ ദൈവസ്ഥനെ നിന്നെ തന്നെ ഒരുക്കി കൊടുക്കുന്നുവെങ്കിൽ കർത്താവ് നിന്നോട് സംസാരിക്കും. അല്ലേലിയ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതെ, ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പറയാമോ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, എന്റെ ഹൃദയവേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും എന്റെ ജീവിതത്തിന്റെ സകല അനുഭവങ്ങളും അവസ്ഥകളും അറിയുന്നവൻ, എന്റെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, ആ ദൈവ ശബ്ദം കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട എന്റെ ഹൃദയത്തിൽ ആത്മാവിലെ മാധുര്യമേറിയ അനുഭവത്തിൽ നിറയപ്പെട്ട ഒരു സമാധാനത്തിലാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സന്നിധിയെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, അങ്ങയുടെ സന്നിധി പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അങ്ങനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ചെറിയവരെയും വലിയവരെയും കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പാ, ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യൗവനത്തിനും വാക്കിനും ആലംബത്തിനും വശന യാചക ഓർപ്പണ ചോളുടെ ജൂയെ തടവറയിലായിരിക്കുന്നവർക്കായി കേരളത്തിലെ 3 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിൽ 140 കോടിയിലധികം ജനത്തിനായി 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രസ്ഥാന ഗ്രാമങ്ങളിൽ വസിക്കുന്ന സകല ജനത്തെയും, ലോകരാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങളായ 800 കോടി ജനത്തെ, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ഇവിടെ ആദിവാസി ട്രൈബൽ മേഖലയെ ഭരിക്കുന്നവരെ, അവിടുത്തെ ജനത്തെ, ഹല്ലേലൂയ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSCRP, ഹല്ലേലൂയ, കർത്താവേ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന ക്രമസമാധാന പാലകരെ, ഹല്ലേലൂയ, സ്തോത്രം, രഹസ്യാന്വേഷണ ഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ഞങ്ങളുടെ ജുഡീഷ്യറി വിവിധ വകുപ്പുകളെ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, വാഹന യാത്രയിൽ വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസി, മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആഴങ്ങൾ, ഖനികൾ, കമ്പനികൾ, ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്നവർ, ആമിച്ചേർന്ന വ്യാപാരികൾ, വ്യവസായികളെയും എല്ലാ വഴിയോര കച്ചവടക്കാരെ, കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്കൽ രംഗം, മോട്ടോർ രംഗത്ത്, എല്ലാ കർത്താവ് സ്വത യൂണിയൻ രംഗത്തായിരിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സിനെ, കർത്താവ് സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ബാങ്കിങ് മേഖല, സകല പൊതുമേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്ന സകല ജനത്തെയും, ദേശത്തും വിദേശ രാജ്യങ്ങൾ കടന്നുപോയി ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, അവിടെ കഷ്ടം സഹിക്കുന്ന, മണരാഹാരത്തിൽ വേദന അനുഭവിക്കാൻ, സാലറി കിട്ടാൻ, നാട്ടിൽ കടന്നു വിസ നഷ്ടപ്പെട്ട് വിസ പുതുക്കി കിട്ടാൻ കഴിയാതെ ഭാരപ്പെട്ടവർ, ജയിലിൽ മദ്യത്തിന് മയക്കും അടിമപ്പെട്ടവർ, ലഹരിക്ക് അടിമപ്പെട്ടവരെ, കർത്താവ് വിദേശ രാജ്യ പീഡ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തിന് സമാധാനം കൊടുക്കണമേ. ദൈവശബ്ദം കേൾക്കുവാൻ ഒരുക്കമുള്ളവരായി മാറുവാൻ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭരണവിദ്വേഷ പാർട്ടികൾ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവരെ, ദൈവത്തിന് വറ്റമായി ഭൂമിയുടെ അറ്റത്തോളം കടന്നുപോയി ദൈവത്തിന്റെ ദാസിദാസന്മാർ, പീഡകളിലൂടെ കടന്നു പോകുന്നവർ, വലിയ സഹോദരൻ, വളരെ പ്രതികൂല കിടന്ന് ജയിലുകളിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും ആത്മഹത്യത്തിനും അശമയാചകർ, ഓർഫനേജ്, ലോട്ടൽ ജൂബിൽ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും ഇവിടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പാചനം മടങ്ങി വരട്ടെ. വിവിധ രോഗങ്ങൾ കടിമപ്പെട്ട് കിടക്കണം, മദ്യപാനത്തിന് മയക്കും അടിപ്പെട്ടവർ, മാരകമായ രോഗത്താൽ ആയിരിക്കുന്നവർ, മനസ്സ് തകർന്നവർ, ക്ഷീണിച്ചവർ, ഹൃദയം നുറുങ്ങിയവർ, സകല ജനങ്ങൾ കടന്നു വന്ന് കർത്താവേ ദൈവശബ്ദം കേട്ട് ആത്മാവിൽ ഉണരുവാൻ ഇന്ന് മകൾ ജനത്തെ ഒരുക്കണമേ. തലമുറകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ആരും നഷ്ടപ്പെട്ടു കൊണ്ടേയാകരുത്. ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിന്റെ പിരിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.